അവരെ ഉപദ്രവിക്കുക, കണ്ണുരുട്ടി പേടിപ്പിക്കുക. മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരായാൽ അവരോട് എന്തും കാണിക്കാം. നിവർത്തിയില്ലാത്തതുകൊണ്ട് അവര് പ്രതികരിക്കില്ലല്ലോ. അങ്ങനെ താൻ എന്റെ മുഴുവൻ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കണ്ട. പറയുന്നത് മാത്രം ചെയ്താ മതി. സൂസൻ എന്താ പറഞ്ഞെന്നൊന്ന് പറയടോ. ഐ ലവ് യു എന്ന് എന്താ പറയാൻ സൗകര്യമില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ദേ, എനിക്ക് നല്ലോണം ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തിക്കോളൂ കുട്ടി. മാന്താൻ ആളെ വിളിക്കണോ? പോയേ, എനിക്കൊന്നും അറിയണ്ട. ഓ, അപ്പോ സൂസൻ പറഞ്ഞ കാര്യം അറിയണ്ടേ? അതല്ലേ കൊറേ നേരം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ താൻ ആളെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുവല്ലേ? കുട്ടി കയറ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ആലോചിച്ച് നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, ചിന്തിച്ചു നിൽക്കാതെ വന്ന് കയറ് കുട്ടി. വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം. വാ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. സൂസൻ എന്താ പറഞ്ഞത്? സൂസനോ? അതാരാ? സൂസൻ ഇയാളുടെ ഒന്ന് പോടോ. അമ്മ ഇന്ന് പകലിവിടെ ഇല്ലായിരുന്നോ? ഞാൻ വൈദ്യരെ കാണാനായിട്ട് വൈദ്യശാല വരെ ഒന്ന് പോയിരുന്നു. കുഴമ്പെല്ലാം തീർന്നുപോയി. അതിന് അമ്മ എന്തിനാ പോയത്? ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ചാ പോരായിരുന്നു? എനിക്ക് പോസ്റ്റ് ഓഫീസിലും ഒന്ന് പോണായിരുന്നു. അമ്മേ, അമ്മ ഇന്ന് പകലിവിടെ വേണമായിരുന്നു. ചിലരുടെ നാടകങ്ങൾ കാണാമായിരുന്നു. നാടകോ? എന്ത് നാടകം? നല്ല നാടകമായിരുന്നു. ഒരു കൊച്ചമ്മയുടെ അഹങ്കാരം എന്നാണ് നാടകത്തിന്റെ പേര്. പണ്ട് കുറെ കാലം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് പണവും പ്രതാപവും വന്ന് കയറിയപ്പോ അഹങ്കാരം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയ ഒരു കൊച്ചമ്മയുടെ കണ്ണീരിൽ കുതിർന്ന അവസ്ഥയാണ് കഥയുടെ ഇതിവൃത്തം. നീ എന്തൊക്കെയാ ജയ ഈ പറയുന്നത്? തെളിച്ചു പറ. അതായത് അമ്മേ, ചിലർക്ക് നമ്മളെക്കാളും താഴ്ന്നു നിൽക്കുന്ന ആളുകളോട് ഒരു തരം പുച്ഛമാണ്. അവരെ ഉപദ്രവിക്കുക, കണ്ണുരുട്ടി പേടിപ്പിക്കുക. മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരായ അവരോട് എന്തും കാണിക്കാം. നിവൃത്തിയില്ലാത്തോണ്ട് അവര് പ്രതികരിക്കില്ലല്ലോ. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ അപ്പ അവരുടെ നാവ് മുറിച്ചു കളയും. അതാണ് പുതിയ പരിഷ്കാരം. ഈ പരിഷ്കാരം നേരത്തെ ആയിരുന്നെങ്കിലേ ഇവിടെ പലർക്കും നാവേ ഉണ്ടാവില്ലായിരുന്നു. വന്നല്ലോ നാടകത്തിലെ സഹനടിമാരൊക്കെ. അതെ, ഇന്ന് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ട. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. ആഹാരം മാത്രമേ കഴിച്ചോളൂ അതോ? അല്ല, പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയോണ്ട് ചോദിച്ചതാ. അമ്മേ, ഇന്ന് ഓഫീസിൽ 2 സ്റ്റാഫിനെ ഐശ്വര്യ ടെർമിനേറ്റ് ചെയ്തു. എന്തിനാ? ഒരാളെ പ്രായം കണക്കിലെടുത്ത, മറ്റൊരാൾക്ക് തീരെ ബഹുമാനമില്ല. രണ്ടും ക്ലീനിങ് സ്റ്റാഫ്സാ. ഈ ക്ലീനിങ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാലേ എത്രയോ പാവപ്പെട്ടവരായിരിക്കും. അവരുടെ അന്നം മുട്ടിക്കണ്ടായിരുന്നു മോളെ. അതെ, ആ പാവങ്ങളെ പറഞ്ഞു വിട്ടിട്ട്
അവരുടെ കണ്ണീര് കൊണ്ട് കമ്പനിക്ക് ദോഷമുണ്ടാകുകയുള്ളൂ. ദോഷോ? 2 ക്ലീനിംഗ് സ്റ്റാഫ്സിന്റെ ക്യാഷ് ഇന്നു മുതൽ കമ്പനിക്ക് ലാഭാ. കമ്പനിയുടെ ലാഭമാ എന്റെ പ്രധാന ലക്ഷ്യം. 1 രൂപയെങ്കിൽ 1 രൂപ അത് കമ്പനിക്ക് കിട്ടണം. ആ പാവങ്ങളുടെ ശമ്പളം കൊണ്ട് കമ്പനിക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? ബഹുമാനിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഒരു കാരണമാണോ? മാത്രമല്ല 2 സ്റ്റാഫുകൾ കുറഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് ഇനി അധികം ജോലി എടുക്കേണ്ടി വരില്ലേ? കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. 2 ക്ലീനിംഗ് സ്റ്റാഫ്സ് തന്നെയല്ലേ. അവരുടെ കുറവ് വലിയൊരു കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ആൾക്കാരുണ്ടല്ലോ. അവരെ അവിടെ ജോലിക്ക് വെക്കണം. ഓഫീസിൽ ഞാനും സാറും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ കാര്യ ഇന്ന് നടന്നത്. ഇനിയും ഇതുപോലുള്ള പല പരിഷ്കാരങ്ങളും ഉണ്ടാവും. അമ്മ എന്താ അഭിപ്രായം ഒന്നും പറയാത്തെ? ആ, ചിലർക്ക് നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന ആളുകളോട് ഒരു പുച്ഛമാണ്. അവരെ ഉപദ്രവിക്കുക, കണ്ണുരുട്ടി പേടിപ്പിക്കുക. മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരായാൽ അവരോട് എന്തും കാണിക്കാം. നിവർത്തിയില്ലാത്തതുകൊണ്ട് അവര് പ്രതികരിക്കില്ലല്ലോ. ഒന്ന് നിന്നേ. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ? അതിപ്പോ പറയേണ്ട കാര്യമല്ല. ഞാൻ വിളിപ്പിക്കാം. അപ്പൊ നീ വരണം. വന്നിരിക്കണം. മനസ്സിലായോ? ആ ഉം